ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി മത്തി പറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മത്തി നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണല്ലോ. നെയ്മത്തിയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു 10-15 മത്തി വെട്ടിക്കഴുകി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മത്തി ആയതുകൊണ്ടാണ് വരഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറുതാണെങ്കിൽ വരേണ്ട കാര്യമില്ല. ഇനി ഇത് അടുത്തതായിട്ട് കറിക്ക് ആവശ്യമായി 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു തക്കാളി, ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല മണമെല്ലാം വന്ന് കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ഒരു 10-30 ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവോളയൊന്ന് വഴന്ന് കിട്ടണം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുമല്ലോ. ഉപ്പിട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം, ഒന്ന് ഒരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടും. അതിനായിട്ട് നമുക്കതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. വേറെ പൊടികളൊന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇതൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വറ്റിച്ചെടുക്കുകയല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം മതി. ഇത്രയും മതി കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മീനിൻ്റെ അരപ്പിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ചും കൂടെ വറ്റണം. കുറച്ച് സമയം നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് കുറച്ച്
പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഈ കറി ഒന്ന് വറ്റി വരും. അതുവരെ നമുക്ക് ഇതിങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.